ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ കുടായി ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. നമ്മുടെ കുട്ടിപ്പട്ടാളമൊക്കെ അവിടെ കിടന്ന് ഉറങ്ങിയാണ്. ശരിക്കും ഞങ്ങൾ രാവിലെ വെച്ച് പോയെന്ന് അവരറിഞ്ഞിട്ടില്ല. അവരെ കൂടെ നമ്മൾ നോക്കാനും രണ്ടുപേരെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ ഈ തണുപ്പത്ത് രാവിലെ ഇറങ്ങിയത് ഈ സൈക്കിൾ സവാരിക്കാണ്. ശരിക്കും നമ്മൾ ഇന്നലെ ഞാനും ചിന്നു മാത്രം ജസ്റ്റ് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ചേച്ചിക്കും ചേട്ടനും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ കൊണ്ടുവന്ന് ശരിക്കും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അവരെ കൊണ്ട്. കാരണം പിള്ളേർ ഓരോ വഴിക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ഉറക്കിക്കെടുത്തി രാവിലെ വന്ന് ശരിക്കും സൈക്കിൾ ഓട്ടാൻ പോയി. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് അവിടെ കിടന്ന് റേസായിരുന്നു. ഞാൻ തോറ്റു, അറിയാമല്ലോ എന്താണ്. നമ്മൾ ബാക്കിലിരിക്കുന്ന ആൾ ആക്ഷൻ മാത്രമേ ഉള്ളൂ, ചവിട്ടില്ല. അതുകൊണ്ട് ചേട്ടനും ചേച്ചി അതൊക്കെ ജയിച്ചു പോയി. ഇതിപ്പോൾ ശരിക്കും ഐഷു എന്ന് അറിഞ്ഞിട്ടില്ല. ഐഷുക്കെ ശരിക്കും ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അറിയണം ഞങ്ങൾ രാവിലെ ചേച്ചി സൈക്കിൾ ഓട്ടാൻ പോയെന്ന്. ഇനി അവളെ കാണുമ്പോൾ ഇത് എന്നെ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. ചേട്ടനും ചേച്ചിയും പൂ പറിക്കും കണക്കാണ് സൈക്കിൾ ഓട്ടുന്നത്. പക്ഷെ അപ്പുറത്ത് നമ്മളിപ്പോൾ കാണിച്ചു തരാം. നമ്മളാരാ മോൻ കാരം അങ്ങോട്ടല്ല സാറേ, അവനിക്കറിയാ. അങ്ങാട്ടി എന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി പോയി രസപ്പെടാ. അപ്പോൾ ഇതാണ് നമ്മളെ അവസ്ഥ. ഇനി ചേട്ടനും ചേച്ചിനും വേണ്ടി ചാടി കൊടുത്താൽ അവർ വീണ്ടും റേസ് വയ്ക്കും. ഇങ്ങനെ റേസ് വെച്ചാൽ ഞങ്ങൾ വീണ്ടും ചാവും. അതുകൊണ്ട് ഞങ്ങൾ കൊടുത്തും പയ്യെ ചവിട്ടി അവരെ കാണാതെ ആ സൈഡിലോട്ടൊക്കെ പോയി ഇരിക്കാൻ പോകും. ഇവിടെ ഞങ്ങൾ സൈക്കിൾ ഓട്ടിയപ്പോൾ രാവിലെയും ശരി തന്നെ വൈകുന്നേരം ശരി തന്നെ എല്ലാം സെയിം വൈബാണ്. നമുക്ക് വൈകുന്നേരം കുറച്ച് സദ്യക്ക് ചോട്ടപ്പോൾ വേറൊരു വൈബും, ഈ ഏർലി മോർണിംഗ് ഇപ്പോൾ ചോട്ടപ്പോൾ വേറൊരു വൈബുമാണ്. എല്ലാം സെറ്റാണ്. അങ്ങനെ സൈക്കിൾ സവാരിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് കോക്കേഴ്സ് വാക്കിലാണ്. ഇത് ശരിക്കും സൈക്കിളിൻ്റെ അടുത്ത റേഞ്ചാണ്. നമ്മൾ നടക്കണമെങ്കിൽ വാക്കിങ്ങാണ്. ഒരു 10-2 കിലോമീറ്റർ ഇത് ചുറ്റും നടക്കാനുള്ള സംഭവമുണ്ട്. കണ്ട് നമ്മൾ അടപ്പളവും. ശരിക്കും കണ്ടല്ല, നമ്മൾ നടന്ന് ഇത്രയും ദൂരം നടക്കുമ്പോൾ തന്നെ നമ്മൾ പകുതി നമ്മൾ ചാവും. പിന്നെ രാവിലെ ഒരു ചെറിയ ക്ലൈമറ്റ് ഉണ്ട്, അതുകൊണ്ട് വലിയ തളർച്ചയൊന്നും വരത്തില്ല. അതും ഒരു വൈബാണ്. പക്ഷേ ഒരു 3 കിലോമീറ്ററെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നത് ചുറ്റി കറങ്ങി വരാനായിട്ട്. പക്ഷേ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യായമാണ്. ശരിക്കും ഇവിടെ രാവിലെ ഒന്ന് നോക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. നല്ല രസമുള്ള വ്യൂസാണ് ഫുള്ളുള്ളത്. നമ്മൾ ഒരുപാട് നടന്നു, ഒരുപാട് തേരാപ്പാഴ നടന്നു. ഈ പോകുന്ന വഴി തന്നെ ഒരുപാട് കച്ചവടക്കാർ ഇരിപ്പുണ്ട്. ചില സാധനങ്ങളൊക്കെ അവർ വിൽക്കുന്നുണ്ട്. അതൊക്കെ വാങ്ങി കുറച്ച് പൈസ കളഞ്ഞു. എന്നാലും ആവശ്യമുള്ള സാധനങ്ങൾ അതിൻ്റെ ഇടയിൽ. നമ്മളിവിടെയൊക്കെ വന്ന കാര്യം ഐഷുവും ടീമും ഇതിലൊന്നും അറിഞ്ഞിട്ടില്ല. അത് അറിയുമ്പോൾ എന്താവുമെന്ന്. ഇതാണ് ഞാനും ചിന്നു. ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ ഇവിടെ വന്നതിൽ. ഇവിടെ ശരിക്കും നല്ലൊരു വൈബായിരുന്നു. ശരിക്കും കണ്ടു ഒരുപാട് നേരം നോക്കി നിന്നു. ഇവിടെ ഒരുപാട് നേരം നോക്കിയിരുന്നാൽ നമ്മുടെ പരിപാടികളൊന്നും നടക്കില്ല. കാരണം നമ്മൾ അവരെ ഇരിക്കുന്നപ്പോൾ നമ്മൾ തിരിച്ചെത്തണം. അതാണ് നമ്മുടെ ടാസ്ക്. തിരിച്ചെടുത്ത് എല്ലാത്തിനും പറകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ഇപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ എവിടെ പോവാണ്? ഗുണ പോവാണ്. ഗുണ കേവ്സിൽ ഞങ്ങൾ പോവാണ്. ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് ഇനി നമുക്ക് ഗുണ കേവ്സിൽ പോകണം. അവിടെ നിന്ന് നല്ല വാങ്ങിക്കാന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് പോവാം. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ ഊഞ്ഞാലുള്ള കാര്യം ഐഷു മനസ്സിലാക്കുന്നത്. ശരിക്കും അവൾ തകർന്നു പോയി. കാരണം ഇന്നലെ ഫുള്ള് ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഈ ഊഞ്ഞാൽ ഇവിടെ കിടക്കുന്ന കാര്യം നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. പോണതിന് മുന്നേ ഊഞ്ഞാലാടി മാക്സിമം ആഗ്രഹം തീർക്കുകയാണ് ഐഷുവിനെ കണ്ടതിലൂടെ ആഹാൻ ഉടനെ വന്നിട്ടുണ്ട് ആ ഊഞ്ഞാലാടാനായിട്ട്. ഇനി ഇവരെയൊക്കെ ആടി എപ്പോഴൊക്കെ നമ്മൾ തിരിച്ചെത്തുന്ന അറിഞ്ഞില്ല. കാരണം ഗുണ കേവിലൂടെയാണ് പോണത്. അവിടെ നല്ല തിരക്കാണെന്നാണ് പറയണത്. ഒരുപാട് തിരക്കാണ്. ഇവരിനി ആടി എപ്പോൾ നമ്മൾ എത്തുന്ന ഒരു പിടിയില്ല. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങി കൊടായി മിസ്സിനോട് നമ്മൾ ബൈ പറയുകയാണ്. നമ്മൾ ശരിക്കും ഒരുപാട് വൈബ് എന്ന് പറഞ്ഞൊരു സ്ഥലം തന്നെയാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇത്രയും വരെ ഉണ്ടായിരുന്നിട്ട് നമുക്ക് വളരെ എമൗണ്ട് കുറച്ചേ ആയിട്ടുള്ളൂ. ഇത് ശരിക്കും പെയ്ഡ് റിവ്യൂ ഒന്നുമല്ല. ഞങ്ങൾക്കിങ്ങനെ റിവ്യൂ ഇട്ട് പൈസയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ള പോലെ പറയും. അതാണ് നമ്മളെ ഇതിലെ ധൈര്യം. ഇനി നമുക്ക് ഈ യാത്രയിൽ ഗുണ കേവ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷൻ. അതുകൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ ഈ പരിപാടി നിർത്തും, നേരത്തെ വീട്ടിലോട്ട് പോവും. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കാറിൽ കയറി ഗുണ കേവ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക്. പിന്നെ നല്ല മഞ്ഞുണ്ട് അല്ലേ? കുഞ്ഞ് ഉറങ്ങി. അപ്പോൾ എനിക്കാണെങ്കിൽ ഉറക്കം തോന്നിയിരിക്കണം. ഇപ്പോൾ നമ്മുടെ കൂടെ അതൊക്കെയുണ്ട്.
ചേച്ചിയുണ്ട്, പിന്നെ മിനു ചേച്ചിയുണ്ട്, പൊന്നു ചേച്ചിയുണ്ട്, പിന്നെ ചേട്ടനുണ്ട്, ഡാഡുണ്ട്, മമ്മിയുണ്ട്, കൊച്ചുസനുണ്ട്, കുഞ്ഞുണ്ട്, സൂര്യനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടേക്കാണ്. ഉടുക്കത്ത മഞ്ഞും പിന്നെ അത് മാത്രമല്ല എൻ്റെ സൗണ്ട് അത്രയും പോയി. പിന്നെ മഴയും പെയ്തു, സ്നോ റെയിൻ പെയ്തു, മഴയും പെയ്തു. മഴയൊക്കെ പോയി. ദാ ഇവിടെ ഒരാൾക്ക് വിശക്കുന്നുണ്ട്. ആർക്കാണ് വിശക്കുന്നത്? അപ്പോ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വണ്ടി ഇരുന്ന് ശരിക്കും ബോറടിച്ച്. കാരണം വളരെ പയ്യാണ് വണ്ടി പോണത്, ഭയങ്കര സ്ലോ ആയിട്ടാണ് പോണത്. ഒരുപാട് തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ ശരിക്കും ഞാൻ ഇറങ്ങി ഒരുപാട് നടന്നു. കാരണം അങ്ങനെയെങ്കിലും കുറച്ച് നമുക്ക് ഇവിടെ കുറച്ച് ഷൂട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് വെറുതെ ഇറങ്ങി നടന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളിവിടെ എത്തി ഗുണ കേവിൽ. ഗുണ കേവിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിക്കാത്ത സംഭവമാണ് ഇവിടെ നടക്കുന്നത്. കട്ട മഴ. ഞങ്ങൾ ഓരോ വീടിൻ്റെ ഇടയിൽ കയറി നിൽക്കുകയാണ്. എനിക്ക് ജാഗ്രത. പക്ഷേ കൊട ഒന്നുമില്ല കയ്യിൽ. പൊട്ടതാ ഈ ജാക്കറ്റിന് ഈ ഒരു അവസ്ഥയിലാക്കിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഗുണ കേവിലേക്ക് പോവാം. എൻ്റെ തൊണ്ടയൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ ഗുണ കേവ്സിലെത്തി. 1 മണിക്കൂറല്ല 10 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഒറ്റയിരിക്കാണ്. ഇപ്പോൾ ഞങ്ങൾ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ഹോട്ടലിൽ അത്ര തണുപ്പ് പോലില്ല, നല്ല ഉണ്ട്. എത്ര ക്രീം തേച്ചിട്ടും ഇത് നല്ല. അപ്പോൾ നല്ല തണുപ്പുണ്ട്, കാണാം. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് നടക്കാറുണ്ട്. നല്ല സെറ്റായി തണുപ്പത്തിങ്ങനെ നടക്കുകയാണ്. ഒരുപാട് തിരക്കുണ്ട്. ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഇറങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഗുണ കേവ് കുറച്ചുകൂടെ ഫേമസ് ആയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾ പോയ തന്നെ ആ ഫിലിം ഇറങ്ങിയതിന് ശേഷം 2-3 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് മുന്നേയൊക്കെ നല്ല തിരക്കെന്നാണ് ഇവിടെ പറഞ്ഞത്. ശരിക്കും ഇവിടെ ഒരു വൈബുണ്ട്. നമ്മൾ ആ സിനിമയുടെ കണ്ടിട്ട് വരണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അത് ഫീൽ ചെയ്യും. ഈ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ ചിഹ്നമാണ്. ചിഹ്നം എടുക്കുന്ന വീഡിയോയ്ക്ക് പ്രത്യേക വൈബാണ്. ഇങ്ങനെ ഇതിൽ പറയാൻ പറഞ്ഞു. ആ ചിഹ്നപ്പോൾ ഒരാളിരുന്ന് വെള്ളം കുടിക്കുന്നു. ഇത് നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മളതൊക്കെ ഫോണിൽ പകർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഹിഡൻ പ്ലേസും ഹിഡൻ വേസും ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അവിടെ അതിൻ്റെ മേളിലൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ ഗാർഡ്സാണ്. കാരണം ആ വഴിയൊക്കെ നമുക്ക് വേണമെങ്കിൽ താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും. ഡേഞ്ചറായിട്ടുള്ള അവർ പോയ സിനിമയിൽ പോയ സ്ഥലത്തൊക്കെ പോകാൻ പറ്റും. പക്ഷെ അങ്ങോട്ടൊന്നും ആരും പോകാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ അവിടെ അത്രയും സെക്യൂരിറ്റി ഇത്രയും കൂട്ടിയിരിക്കുന്നത്. ശരിക്കും ഇതൊരു ഓഫ് സീസണാണ്. എങ്കിലും നിങ്ങൾ തിരക്ക് കണ്ടാൽ നിങ്ങളങ്ങനെ തോന്നില്ല. കാരണം സിനിമയുടെ ഒരേ ഒരു ഇതിലാണ് ഇത്രയും പേര് ഇവിടെ വന്ന് കൂടിയിരിക്കുന്നത്. ഈ ഗ്രില്ലൊക്കെ ശരിക്കും ആ സിനിമയെ കാണാൻ പറ്റും. ഞങ്ങൾ അവിടെ പോയി നിന്ന് കുറച്ച് നേരം നോക്കിയായിരുന്നു. നല്ല വൈബുള്ള വ്യൂ ആണ്. ശരിക്കും നമുക്ക് അങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ വരപ്പോൾ മതിയായി. നമ്മൾ ഒരിക്കലും അങ്ങോട്ട് പോകാൻ പാടില്ല, ആരും പോകാൻ പാടില്ല. ഇതിങ്ങനെ കണ്ട് രസിക്കുക, അത്രയും ചെയ്യാവും. അവിടെ ഒരുപാട് കുരങ്ങന്മാർ ഇരിപ്പുണ്ട്. നമ്മൾ കിടക്കുന്ന കളിക്കുകയാണ്. ഇവിടുത്തെ ഒരു അന്തരീക്ഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മാതിരി വൈബാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഇത് ശരിക്കും വീട്ടിലിട്ട് വെച്ചിരിക്കുന്നത് ഏതോ ഒരു കേവിൻ്റെ സൈഡാണ്. വളരെ ഗർഭമാണ് ഇതിനകത്തുള്ളത്. എൻ്റെ മണ്ടയില കയറി ഇരുന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ശരിക്കും പേടിയാവും. കാരണം ഫോണും എല്ലാം അകത്തോട്ട് പോയാൽ പിന്നെ ഫോൺ എടുക്കാതെ വീട്ടിൽ പോകേണ്ടി വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും നിൽക്കുമ്പോഴേ പേടിയാവുന്നു. ഇവിടെ പേടിയില്ലാത്തത് ആഹാരം മാത്രമാണ്. ഒരു പേടിയില്ല. എന്ത് കുഴി എന്ത് സീൻ ഒരു സീനില്ല. ചെറിയ സീനാണ്. ഐശ്വ കണ്ട വെറും പേടിത്തോറി എന്ന് പറഞ്ഞാൽ ഇമാതിരി പേടിത്തോറി കയറിയില്ല. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഈ ഗുണ കേവിൽ ഏറ്റവും ടോപ്പിലെ ഒരു വ്യൂ കാണാനാണ്. അവിടെ കയറാനാണ് തിരക്ക്. അടി അടങ്ങോട്ട് കേട്ട് ഇടുങ്ങിയാണ് നമ്മൾ പോയി കണ്ടത്. ശരിക്കും ഇത്രയും ദൂരം ഇഷ്ടപ്പെട്ട് പോയെങ്കിലും നല്ലൊരു വ്യൂ കിട്ടി. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. ആ സിനിമ ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു ട്രെൻഡിങ് റീലാണ് ഇപ്പോൾ ഇതിൽ കണ്ടത്. അത് നമ്മൾ റീലിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് റീച്ചൊന്നും ആയില്ല. ഇതാണ് ശരിക്കും ഗുണ കേവിലോട്ട് പോകേണ്ട വഴി. അത് കാണുമ്പോഴേ പേടിയാവും. അങ്ങനെ ഗുണ കേവ് കണ്ട് നമ്മൾ തിരിച്ച് വീടിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയിലാണ്. ഒരുപാട് ഇനിയും കാഴ്ചകളുണ്ട്. ശരിക്കും ഞാൻ വീഡിയോ നിർത്തിയാൽ ഒരുപാട് ലാഗായി മനസ്സിലായി. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഞങ്ങൾ ഉറപ്പിക്കാൻ വീണ്ടും വരും. ബൈ.